വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോമിൽ കൂട്ട ആത്മഹത്യാശ്രമം. 12, 15, 16 വയസ്സുള്ള പെൺകുട്ടികൾ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി VS അനുരാഗ് തിരുവനന്തപുരത്ത് ചേരുന്നു. അനുരാഗ്, ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണല്ലോ. സർക്കാർ സംവിധാനത്തിന് കീഴിൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നു. വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ പ്രയാസത്തെ തുടർന്നായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങൾ അതിലേക്ക് കടന്നിട്ടുണ്ടാവുക. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? 3 പേരും ഇപ്പോൾ അവരുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? സനീഷ്, സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് ശ്രീചിത്ര ഹോം പ്രവർത്തിക്കുന്നത്. നിർധനരായ കുട്ടികളെ പാർപ്പിക്കുന്ന സർക്കാർ സംവിധാനമാണ്. ഇവിടെയാണ് ഇന്നലെ രാത്രി 3 കുട്ടികൾ 12, 15, 16 വയസ്സുള്ള 3 കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. രാത്രിയായിരുന്നു സംഭവം. അമിത അളവിൽ ഗുളിക കഴിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അമിത അളവിൽ ഗുളിക കഴിച്ചിട്ടില്ല, ഒരു വൈറ്റമിൻ ഗുളികയും പാരസെറ്റമോളും മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നത്. ഈ കുട്ടികൾ ഇപ്പോൾ ഒരാൾ SAT ആശുപത്രിയിലും 2 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ വയറ് കഴുകൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് കടക്കാനുള്ള കാരണമായി സൂപ്രണ്ട് പറയുന്നത് ഇവർ എത്തിയിട്ട് 2 ആഴ്ചത്തോളം മാത്രമാണ് ആയിട്ടുള്ളത്. ഇവർക്ക് വീട്ടിൽ പോകണമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി ആവശ്യപ്പെട്ടു. പക്ഷേ അത് അങ്ങനെ അംഗീകരിക്കാനാകില്ല, അങ്ങനെ വിടാനുള്ള അനുവാദമില്ല എന്നുള്ള കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നു. അതിന്റെ വിഷമത്താലാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് സൂപ്രണ്ട് ഇപ്പോൾ അനൌദ്യോഗികമായി പറയുന്നത്. ഇവരെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമില്ല. കാരണം മാധ്യമങ്ങൾ എത്തിയതിന് പിന്നാലെ തന്നെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഈ സൂപ്രണ്ട് അടക്കമുള്ളവർ വിസമ്മതിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും അവർ അനൌദ്യോഗികമായി പറയുന്നത് ഇത്തരത്തിൽ ഗുളിക കഴിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് അമിത അളവിലല്ല, വൈറ്റമിൻ ഗുളികയും പാരസെറ്റമോളും ഒരെണ്ണം മാത്രം കഴിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയ ഗുരുതരമായ സംഭവം തന്നെയാണ്. സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ശ്രീചിത്ര ഹോമാണ്. അവിടെ ഇങ്ങനെ അമിത അളവിലൊക്കെ ഗുളിക എങ്ങനെ കുട്ടികളുടെ കൈകളിലേക്ക് ഇത്രയും സുതാര്യമായി എത്തുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽപ്പുണ്ട്. എന്തായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായ കാര്യം. അതിനൊപ്പം ഇവർ കൃത്യമായി പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. സനീഷ്, ഒപ്പം ഇതിനകത്ത് ഈ മരുന്ന് ലഭ്യമായി എന്ന പോലുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ ചെറിയ കുഞ്ഞുങ്ങൾ 10, 16 വയസ്സാണ് ഏറ്റവും മുതിർന്ന കുട്ടിക്ക് കാണുന്നത്. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സർക്കാർ സംവിധാനം തന്നെ ആയിട്ടുള്ള ഇടത്ത് അവർക്കങ്ങനെ ഒന്നിച്ച് ഒരു ആത്മഹത്യാശ്രമം ഒക്കെ നടത്തേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്നതും വളരെ ഗൗരവതരമായിട്ട് ആണല്ലോ. എന്താണ് അവിടെ നിന്ന് നമുക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഈ അന്തേവാസികളായ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിചരണം ലഭിക്കുന്ന ഇടമല്ലേ അത്? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതേക്കുറിച്ച് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതേ സംബന്ധിച്ചൊന്നും വ്യക്തമായ മറുപടി പറയാൻ അവർ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. എന്തായാലും സർക്കാർ സംവിധാനമാണ്, അപ്പോൾ കൃത്യമായ സുരക്ഷിതത്വം അവർക്ക് ഒരുക്കേണ്ട ബാധ്യത ഇവിടെയുള്ള അധികൃതർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ 3 വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഒരുമിച്ചെത്തി, അല്ലെങ്കിൽ ആ തരത്തിലാണ് ഇവിടെ ഉള്ളവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ ഗുളികകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യത്തിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വൈകായിക ഉണ്ടെങ്കിൽ അത് ഇവിടെ ജീവനക്കാരെ അറിയിച്ച് അവരായിരിക്കണം അത് കൃത്യമായ അളവിൽ ഈ കുട്ടികൾക്ക് നൽകേണ്ടിയിരുന്നത്. കാരണം പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള കുട്ടികളാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിർധനരായ കുട്ടികളാണ്, അവർക്ക് പലതരത്തിലുള്ള ട്രോമകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളെ പാർപ്പിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം, അവർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ട്. ആ ഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ അമിത അളവിൽ ഗുളികകൾ കയ്യിൽ കിട്ടി എന്നുള്ളത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.